പിന്നെ മറ്റൊരു കുറ്റപ്പെടുത്തലുകൾ അവിടെ പോയത് ഖുർആൻ എക്സ്പോ കാണാനാണ്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും എക്സ്പോ കാണാനാണ്. വലിയ ഹൈലൈറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ നടക്കുന്നത് ഗ്ലോബൽ എക്സ്പോയാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഓരോരുത്തരുടെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും ചിന്തയുടെ അകത്തുള്ള എക്സ്പോ അല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ. അവിടെ നടക്കുന്നത് ലോകോത്തര നിലവാരമുള്ള രീതിയിൽ ഈ ലോകത്തെ മുഴുവൻ പരിചയപ്പെടുത്തുമാർ രീതിയിലുള്ള ചരിത്രങ്ങളാണ്. സമസ്തയുടെ 100 വർഷത്തെ പാരമ്പര്യത്തെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് ഇങ്ങനെയുള്ള ഗ്ലോബൽ എക്സ്പോ. നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമ്മുടെ ഏതെങ്കിലും പ്രദേശവാസത്ത് ലോക്കൽ ഏരിയയിൽ ഏതെങ്കിലും മറ്റേ എക്സ്പോയുമായി കമ്പയർ ചെയ്യേണ്ട എക്സ്പോ അല്ലാതെ അങ്ങനെയുള്ള ചിന്തയിൽ വളരെ വ്യക്തമായി സുപ്രഭാതം പത്രത്തിൽ ദിവസങ്ങളോളം എക്സ്പോയുടെ പരസ്യം വരുമ്പോ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ നടക്കുന്ന എക്സ്പോയിൽ ഉൾപ്പെടുത്തിയ ഓരോ കണ്ടന്റുകളും. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി അതാണ് അവിടെ നടക്കുന്നത്. അതൊക്കെ വായിക്കാനാണ് 3 മണിക്കൂറോളം സമയം അതിൻ്റെ അകത്ത് ചിലവഴിക്കേണ്ടി വരിക എന്ന് പറഞ്ഞത്. പക്ഷേ വായിക്കാൻ സമയമില്ല, കേൾക്കാൻ സമയമില്ല. ഇങ്ങനെ എല്ലാവരും പോകുന്നു, ഞാനും പോകുന്നു. ത്യാഗം ചെയ്യാൻ സമയമില്ല, എല്ലാവരും ക്യൂവിൽ നിൽക്കുന്നു, ഞാനും നിൽക്കണം എന്ന ചിന്തയില്ല. എങ്ങനെയെങ്കിലും അടിച്ചു കയറി എങ്ങനെയെങ്കിലും അതിൻ്റെ അകത്ത് എന്തോ അത്ഭുതമുണ്ടെന്ന് ചിന്തിച്ച് പ്രവേശിച്ച് അവസാനം എക്സ്പോയുടെ കണ്ടന്റ് എന്താ, ഹൈലൈറ്റ് എന്താ എന്ന് മനസ്സിലാക്കാതെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് വോയിസ് നോട്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് കേട്ടില്ല താത്ത, കേട്ടില്ല മോളെ, എന്തിനാ അവിടേക്ക് പോകുന്നത്, ഒരു ഉളുപ്പുമില്ലാതെ പറയാൻ അറപ്പില്ലാത്ത കൗമായിട്ട് മാറുമ്പോ മനസ്സിലാക്കണേ ഉമ്മ, മനസ്സിലാക്കണേ സഹോദരിമാരെ, ഇതൊക്കെ ഖൈർ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തതാണ്. അതല്ലാതെ ഇതിൽ നിന്നും മറ്റു ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടേണ്ടതുപോലെ കൂട്ടിക്കോ. 100 രൂപയല്ലേ എൻട്രി ഫീ ഉള്ളത്. ഈ എക്സ്പോ നടത്തിയതിനേക്കാളും വലിയ സാമ്പത്തിക ലാഭം സമസ്ത വിചാരിച്ചാൽ ലക്ഷക്കണക്കിന് മദ്രസയിൽ പഠിക്കുന്ന കുരുന്ന് മക്കളിൽ നിന്നും സമസ്തക്ക് വേണ്ടി 1000 എന്ന് കൊടുക്കണമെന്ന് പറയുമ്പോ കൊടുക്കാൻ സജ്ജരായവരാ. 500 വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ തയ്യാറാ, 100 വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ തയ്യാറാ. കോടിക്കണക്കിന് രൂപ കൊടുക്കാൻ സമസ്തയുടെ മദ്രസയിൽ പഠിക്കുന്ന ഉമ്മമാര്, സഹോദരിമാര്, മക്കള് തയ്യാറാ. പക്ഷേ അതിനൊന്നും മുതിരാതെ ഇങ്ങനെ ഒരു ഉപകാരം, ഒരു ബോധം ഹിസ്റ്റോറിക്കലായിട്ട് ഗ്ലോബലായിട്ടുണ്ടായിക്കോട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്തപ്പോ അതിലൊന്നും ഖൈറില്ല എന്ന് പറയുന്നവർ ചിന്തിക്കേണ്ടത് ഖുൽ ഖൈറാ, വായ തുറക്കുന്നുവെങ്കിൽ ഖൈർ മാത്രം പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക.